എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് ഡിഷ് നമുക്ക് ഉണ്ടാക്കാം പെട്ടെന്ന് തന്നെ. ഇനി ഞാൻ 2 ഫിംഗർ ചിപ്സ് ആണ് ഉണ്ടാക്കുന്നത്. 2 വലിയ പൊട്ടറ്റോ ആണ്. നമ്മൾ ചെറിയ പൊട്ടറ്റോ എടുക്കരുത്, നല്ല നീളം മുഴുപ്പുള്ള പൊട്ടറ്റോ എടുത്ത് നല്ലപോലെ കട്ട് ചെയ്ത് ഒരു കട്ടിംഗ് പാടെ വെച്ച് നമ്മൾ ഒരുപോലെ ഷേപ്പിലും മുഴുപ്പിലും ഒന്ന് കട്ട് ചെയ്തെടുക്കണം. പിന്നെ നമ്മൾ എണ്ണ കുടിക്കാതിരിക്കാനും പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടാൻ വേണ്ടി നമ്മൾ ഇതിന്ന് ഒന്ന് വെള്ളത്തിൽ ഒന്ന് 2-3 മിനിറ്റ് ഇട്ട് തിളപ്പിച്ചിട്ട് ഊറ്റിയെടുക്കണം. എന്നിട്ട് അതൊന്ന് ചൂടാറി കഴിഞ്ഞ എണ്ണയിൽ ഇടുവാണെങ്കിലും നമുക്ക് പെട്ടെന്ന് വറുത്ത് കിട്ടും, എണ്ണ ഒട്ടും കുടിക്കത്തുമില്ല. നമുക്കിത് നല്ലതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ആദ്യം തന്നെ ഇങ്ങനെ തീരെ കട്ടി കുറയ്ക്കണ്ട, ഈ മുഴുപ്പിലെടുത്താൽ മതി. നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് മുഴുവനും ഇതുപോലെ ഇരുന്നാൽ മതി. ഒരുപാട് കട്ടി ആകുകയും വേണ്ട, കട്ടി കുറയുകയും വേണ്ട. ഇതെല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ആദ്യം തന്നെ. ഞാൻ ഇതുപോലെ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ. ഇനി നമുക്ക് ഒരു പാത്രത്തിൽ ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട്. അതിനകത്ത് തിളയ്ക്കുമ്പോഴത്തേനും നമുക്ക് ഈ പൊട്ടറ്റോ ഒന്നിട്ട് കൊടുക്കാം. വെന്ത് കുഴഞ്ഞു പോകരുത്. ഒരു 2-3 മിനിറ്റ് ഇതിനകത്തൊന്നിട്ട് തിളപ്പിച്ചാൽ മതി. പിന്നെ നമ്മൾ ആ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് ഒന്ന് തണുപ്പിക്കണം. തണുപ്പിച്ചിട്ട് വേണം നമുക്ക് എണ്ണയ്ക്കകത്ത് വറുത്തെടുക്കാൻ. വെള്ളം ചൂടായി നിൽക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇച്ചിരി പതിയിടുന്നത്, കയ്യിലോട്ട് തെറിക്കാതിരിക്കാൻ വേണ്ടി. ഈ വെള്ളത്തിൽ നമുക്ക് ഇത്തിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. രണ്ട് 3 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിപ്പോൾ ഈ പൊട്ടറ്റോ എല്ലാം വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ കോരിയെടുക്കാം. കൂടുതൽ നേരം വെച്ച് കഴിഞ്ഞാൽ കുഴഞ്ഞു പോകും പൊട്ടറ്റോ. അത് വറുത്ത് വരുമ്പോൾ നല്ലതുപോലെ കിട്ടുകയില്ല. നമുക്ക് ഇതുപോലെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റി ഒരു ശകലം നേരം ഫാനിൻ്റെ ചോട്ടിൽ വെക്കുവാണെങ്കിൽ ആ ചൂടൊന്ന് പോവും. ഇത്തിരി ഒന്ന് തണുത്തിട്ട് വേണം ഇതൊന്ന് വറക്കാൻ. നമുക്കിതൊന്ന് ഫാനിൻ്റെ കീഴെ വെച്ച് ഇച്ചിരി ഒന്ന് തണുപ്പിച്ചെടുക്കാം. ഇതൊക്കെ ഇപ്പോൾ ഒരുവിധം തണുത്തിട്ടുണ്ട്. അപ്പടി തണുത്ത് പോകണ്ട. അപ്പം ഞാൻ എണ്ണ പാൻ ചൂടാക്കി വെച്ചിരിക്കുന്നത് ഡീപ് ഫ്രൈ ചെയ്യാനാണ്. അതുകൊണ്ട് ഇത്തിരി കൂടുതൽ എണ്ണ വെച്ചിരിക്കുന്നത്. എണ്ണ നല്ലതുപോലെ ചൂടായി കഴിഞ്ഞിട്ടേ നമ്മൾ പൊട്ടറ്റോ ഇടാവുള്ളൂ. നമുക്ക് കുറേശ്ശെ ഇതൊന്ന് വറുത്തെടുക്കാം. ഇച്ചിരി വേവിച്ചിട്ട് ഇട്ടതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇതങ്ങ് വറുത്ത് കിട്ടും. ഫുൾ ഫ്ലെയിമിൽ വെക്കല്ലേ. പൊട്ടറ്റോ ഇട്ട് കഴിഞ്ഞൊന്ന് സ്ലോ ആക്കണം. പൊട്ടറ്റോ ഒക്കെ നല്ല റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ഒരു ചെറിയ ഗോൾഡൻ ബ്രൗൺ ആകുന്ന സമയത്ത് നമുക്ക് എടുക്കാം. ഇത് നമ്മൾ ഇത്തിരി ഡീപ് ഫ്രൈ ചെയ്തെടുത്തത് കൊണ്ട് നമുക്കൊരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഇതെല്ലാം ഒന്ന് നമുക്ക് എണ്ണയ്ക്കകത്തുനിന്ന് എടുക്കാം. ബാക്കി പൊട്ടറ്റോയും കൂടി ഞാൻ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ഫിംഗർ ചിപ്സ് നല്ല റെഡി ആയിട്ടുണ്ട്. ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കിക്കുക, നല്ല എളുപ്പമാണ്, ഒട്ടും എണ്ണ പിടിക്കത്തില്ല. നമ്മൾ ഇന്ന് തന്നെ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം.